വെൽക്കം ടു ടൈംസ് യൂട്യൂബ് ചാനൽ ഫോർ ബാങ്ക് ആൻഡ് SSC CGL എക്സാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. സോ ഇനീഷ്യലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇക്വേഷൻ സോൾവിങ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എക്സ് പ്ലസ് 2 = 4 ആണെങ്കിൽ നമ്മൾ എക്സ് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക? 4 - 2 which is equal to 2. ഓക്കെ, ക്ലിയർ. ഇനി ഇത് രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിലോ, എക്സ് പ്ലസ് വൈ = 4 ആൻഡ് എക്സ് മൈനസ് വൈ = 6. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു വേരിയബിൾ ഉള്ളുവെങ്കിൽ ഒരു ഇക്വേഷൻ മതി സോൾവ് ചെയ്യാൻ. ഇവിടെ കേസിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണം സോൾവ് ചെയ്യാൻ. ഓക്കെ, സോ ആ കേസിൽ ഇവിടെ വൈയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെയും 1 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും 1 ആണ്, ഇവിടെയും 1 ആണ്. ബട്ട് വൈ പ്ലസ് വൈ ആണ് ഫസ്റ്റ് ഇക്വേഷനിൽ, രണ്ടാമത്തേൽ മൈനസ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് രണ്ടെണ്ണം ആഡ് ചെയ്താൽ നമുക്ക് വൈ ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക? 2x = 6 + 4 10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 5 കിട്ടും. അതുകൊണ്ടുപോയി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ = 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 5 പ്ലസ് വൈ = 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് 4 - 5 which is equal to -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻസ് വേണം, ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ മതി സോൾവ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് എ കഫേ രാമ ബോട്ട് ഡ്രിങ്ക്സ് ഫോർ ഹർ 7 friends at ₹240. 7 ഫ്രണ്ട്സിന് വേണ്ടി 240 rupeesന് ഡ്രിങ്ക്സ് വാങ്ങിച്ചു. കുറച്ച് പേര് കോഫി ചൂസ് ചെയ്തു, കുറച്ച് പേര് ബ്ലാക്ക് ടീ ചൂസ് ചെയ്തു. കോഫിയുടെ കോസ്റ്റ് 40 ആണ്, ബ്ലാക്ക് ടീയുടെ കോസ്റ്റ് 30 ആണ്. ഹൗ മെനി കപ്സ് ഓഫ് ടീ ഡിഡ് ഷീ പർച്ചേസ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആണ് അവർ നമുക്ക് ഫുള്ളി നോൺ ആക്കി തന്നിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 240 rupees ആണ്. ഓക്കെ, അതിൽ 40 ആണ് കോസ്റ്റ് ഓഫ് കോഫി. അപ്പോൾ 40x പേരാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 40x ആണ് അപ്പോൾ അതിൻ്റെ എമൗണ്ട് വരുന്നത്. ഇനി ടീയുടെ ആണെങ്കിലോ 30 ആണ് കോസ്റ്റ്. എത്ര പേരാ? 7 ടോട്ടൽ ഉണ്ടായി, അതിൽ എക്സ് പേര് കോഫി ചൂസ് ചെയ്തു. അപ്പോൾ 30 × 7 - x. ഓക്കെ, ഇതാണ് ടീ ചൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് 210 - 30x. ഓക്കെ, ഈ രണ്ടിൻ്റെയും ഇവരുടെ രണ്ടിൻ്റെയും സമ്മാണല്ലോ 240. ഇത് രണ്ട് എമൗണ്ട് ആണ്, ഇവർ രണ്ടിൻ്റെയും സമ്മാണ് 240. ദാറ്റ് മീൻസ് 40x + 210 - 30x is equal to 240. ക്ലിയർ? 10x + 210 is equal to 240. 10x is equal to 240 - 210 വരുമ്പോൾ 30 and x is equal to 3. x 3 ആണെന്നുള്ള വാല്യൂ കിട്ടി അല്ലേ? എക്സ് ഏതാ എടുത്തിരിക്കുന്നത്? നമ്മൾ കോഫിയാണ് ആദ്യം എടുത്തിരുന്നത്, എക്സ് ആക്കി. അപ്പോൾ സോ 7 - x ആണ് ടി. ഓക്കെ, ടി. അപ്പോൾ സോ 7 - 3 which is equal to 4. 4 പേരാണ് ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 2 biscuits and 1 chocolate cost ₹69. 2 ബിസ്ക്കറ്റും ഒരു ചോക്ലേറ്റും 69 മേടിച്ചു. 2 chocolate and 3 cups of coffee cost 127. 3 biscuits, 4 chocolates and 2 cup of coffee cost 229. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനീഷ്യലി ബിസ്ക്കറ്റ് ബിസ്ന്ന് എടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ എക്സ് എന്ന് എടുത്തു, ചോക്ലേറ്റ് CH വൈ എന്ന് ചൂസ് ചെയ്തു, ആൻഡ് തേർഡ് ഇസ് കോഫി CO നമ്മൾ Z എന്ന് ചൂസ് ചെയ്തു, അല്ലെങ്കിൽ Z എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ. അപ്പോൾ ഇനി നോക്കാം. 2 ബിസ്ക്കറ്റ് ദാറ്റ് ഇസ് 2x + 1 ചോക്ലേറ്റ്. ചോക്ലേറ്റ് എന്താ? വൈ ആണ്. 2x + y = 69 ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തതോ 2 ചോക്ലേറ്റ്, അതായത് 2y + 3 കപ്പ് ഓഫ് കോഫി ദാറ്റ് ഇസ് 3z is equal to 127. that is equation number 2. third one now 3 biscuit that is 3x plus 2 cup of coffee 4 chocolate ഉണ്ട്, so 4y plus 2 cup of coffee, അതായത് 2z is equal to 229. that is equation number 3. ഓക്കെ, നമുക്ക് ആദ്യം 1ഉം 2ഉം സോൾവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരിക? 1ഉം 2ഉം സോൾവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 2x + y is equal to 69 and 2y + 3z is equal to 127. ക്ലിയർ? ഇവിടെ ചെയ്യുമ്പോൾ y ഇവിടെ സിംഗിൾ ആണ്, അല്ലെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ വൈയുടെ കോയിഫിഷ്യൻറ്റ് 2 ആണ്. സോ നമ്മൾ ഈ ഇക്വേഷനെ മൊത്തം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് 4x + 2y is equal to 138. ഓക്കെ, സെക്കൻഡ് ഇസ് ഞാൻ 3z ഇവിടെ തന്നെ എഴുതാണ്. 3z +
2y is equal to 127. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ y 2 ആയതുകൊണ്ടാണ് സെക്കൻഡ് ഇക്വേഷനിൽ വേറെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്തത്. സോ സെക്കൻഡ് ഇക്വേഷനെ ഞാൻ മൈനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെയും മൈനസ് വരും. അങ്ങനെ എനിക്ക് 2y രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ എന്ത് വരും? 4x മൈനസ് 3z ഇസ് ഈക്വൽ ടു 11. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടി നമുക്ക് സോർട്ട് ചെയ്താൽ, ദാറ്റ് ഇസ് 2x plus y is equal to 69 and 3x plus 4y plus 2z is equal to 229. ഓക്കെ, ഇവിടെ നമുക്ക് എക്സും ഇസഡും കിട്ടണം. സോ എക്സും ഇസഡും കിട്ടണമെങ്കിൽ y ക്യാൻസൽ ഔട്ട് ചെയ്യണം. സോ വൈനെ ഇവിടെ ഈ ഇക്വേഷനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 4. സോ അതെന്താ റീചേഞ്ച് ആയി വരിക? 8x plus 4y is equal to 276. 3x plus 4y minus 2z plus 2z is equal to 229. ക്ലിയർ? മനസ്സിലായല്ലോ? സോ ഇനിയും സെക്കൻഡ് ഇക്വേഷനെ മൈനസ് ചെയ്യുന്നു, ഫുള്ള് മൈനസ് ചെയ്യുന്നു. അപ്പോഴും y ക്യാൻസൽ ഔട്ടായി. സോ എന്താ വരിക? 5x മൈനസ് 2z is equal to 47. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇനി 4ഉം 5ഉം കൂടി കമ്പൈൻ ചെയ്താൽ, ദാറ്റ് ഇസ് 4x minus 3z is equal to 11. 5x minus 2z is equal to 47. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് സോർട്ട് ചെയ്യണം അല്ലേ? ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് ഒന്ന് റബ്ബ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ റീറൈറ്റ് ചെയ്യാം. 4x മൈനസ് 3z ഇസ് ഈക്വൽ ടു 11 ആൻഡ് 5x മൈനസ് 2z ഇസ് ഈക്വൽ ടു 47. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസഡ് സെയിം ആക്കാം. ഇസഡിനെ ഈ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നാലാണ് അതിൻ്റെ LCM 6ലേക്ക് ചേഞ്ച് ആവുള്ളൂ. സോ ഇറ്റ് ബിക്കംസ് 8x മൈനസ് 6z ഇസ് ഈക്വൽ ടു 22 ആൻഡ് 15x മൈനസ് 6z ഇസ് ഈക്വൽ ടു 141. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും പ്ലസ് 6z ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ വീണ്ടും മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ആവുന്നു ആൻഡ് ഇവിടെ പിന്നെയും മൈനസ് ആവുന്നു. സോ പ്ലസ് 6z മൈനസ് 6z ക്യാൻസൽ. സോ മൈനസ് 7x ഇസ് ഈക്വൽ ടു 119. ക്ലിയർ? എക്സ് എത്ര വരിക? 17 വരും. എക്സ് ഇസ് ഈക്വൽ ടു 17, അതായത് ഒരു ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് 17. ഓക്കെ, ഐ ഹോപ്പ് ഇത്രയും ക്ലിയർ ആണ്. ഇത് റബ്ബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് 17 എന്നുള്ള വാല്യൂ കിട്ടി അല്ലേ? ഇനി ഇവിടെ നോക്കാം. 4x മൈനസ് 3z ഇസ് ഈക്വൽ ടു 11 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ 4 ഇൻറ്റു 17 മൈനസ് 3z ഇസ് ഈക്വൽ ടു 11. 4 ഇൻറ്റു 17 എത്രയാ? 4 ഇൻറ്റു 10 ഇസ് 40 ആൻഡ് 7 ഇൻറ്റു 4 ഇസ് 28. അപ്പോൾ 68 മൈനസ് 3z ഇസ് ഈക്വൽ ടു 11 മൈനസ് 3z ഇസ് ഈക്വൽ ടു 11 മൈനസ് 68. സോ മൈനസ് 3z ഇസ് ഈക്വൽ ടു 11 മൈനസ് 68 എത്രയാ? 10 മൈനസ് ചെയ്യുമ്പോൾ 58. അപ്പോൾ 57 വരുന്നു. ക്ലിയർ? z ഈസ് ഈക്വൽ ടു 19. ഓക്കെ, z ഈസ് ഈക്വൽ ടു 19 കിട്ടുന്നു. ക്ലിയർ? ഇനി അടുത്തത് y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. വൈയുടെ ഏത് ഇക്വേഷനാണുള്ളത് നമ്മുടെ കയ്യിൽ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. 4x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 138. അപ്പോൾ എക്സ് എത്ര കിട്ടിയ? എക്സ് നമുക്ക് കിട്ടിയത് 17 ആണ് അല്ലേ? 4 ഇൻറ്റു 17 68 പ്ലസ് 2y ഇസ് ഈക്വൽ ടു 138. സോ 2y ഇസ് ഈക്വൽ ടു 138 മൈനസ് 60. ഓക്കെ, അങ്ങനെ y 68 and y നമുക്ക് എത്ര കിട്ടുക? 35 കിട്ടുന്നു.
Clear? Y is equal to 35. Okay. Find the cost of 5 biscuit. 5 biscuit ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് 5 ബിസ്ക്കറ്റ്, അതായത് എക്സ് നമുക്ക് കിട്ടിയത് 17 ആണ്, ബിസ്ക്കറ്റ് എക്സ് ആണ്. സോ 5 × 17 പ്ലസ് 5 ചോക്ലേറ്റ് y ആണ്, 5 × 35 പ്ലസ് 5 കപ്പ് ഓഫ് കോഫി, ദാറ്റ് ഈസ് 5 × 19. അപ്പോൾ 5 × ഇനീഷ്യലി എത്രയാണ്, എക്സ് 17 ആണ്, 5 × 17 എത്രയാണ്, 5 × 10 is 50, 7 × 5 is 35, സോ ഇത് 85 വരും. പ്ലസ് 5 × 35, 5 × 30 is 150, 5 × 5 is 25. അപ്പോൾ 150 + 25 is 175 പ്ലസ് 5 × 19, that is 50 + 45, that is 95. So ഇവിടെ 250, 340, 355. Answer is option 4, 355. I hope ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the values of x, y, z so as to satisfy the given equations below. Okay, അപ്പോൾ ഇവിടെ 5x - 3y + 7z is equal to 22. Okay, 3x - 5y - 2z is equal to -46. 2x - 2y + 5z is equal to 24. ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് അവർ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ആദ്യം y z ഉള്ളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. y z ഉള്ള ഇക്വേഷൻ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ഇത് രണ്ടും എടുത്തിട്ട് എക്സ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റും തേർഡ് ഇക്വേഷൻസ് എടുക്കുമ്പോൾ 5ഉം 2ഉം ആണ് എക്സിൻ്റെ കോയിഫിഷ്യൻസ്. അത് നമുക്ക് LCM വെച്ച് 10 ആക്കണം. സോ ഫസ്റ്റ് ഇക്വേഷനെ × 2 ചെയ്യുന്നു. അതപ്പോൾ എങ്ങനെ ചേഞ്ച് ആവാം, 10x - 6y + 14z is equal to 44. സെക്കൻഡിനെ × 5 ചെയ്യണം. അപ്പോഴും 10x - 10y + 25 is equal to 120. ഓക്കെ, ഇവിടെ രണ്ടും 10x ആയി, ഇക്വേഷൻസ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലസ്, ഇത് മൈനസ്, ഇതും മൈനസ് ആയി. ഓക്കെ, 25z ഉണ്ട് ഇവിടെ. എക്സിൻ്റെ ഇത് കട്ടായി, എക്സ് വരുന്ന വേരിയബിൾ കട്ടായി, അതായത് എക്സിൻ്റെ കോഫിഷ്യൻ രണ്ടും 10 ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്, 6 + 10, അതായത് -6 + 10, ദാറ്റ് ഈസ് 4y. ആൻഡ് ഇവിടെ -11z is equal to -76. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം y z തമ്മിലുള്ള കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡും തേർഡ് ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഇത് ഈ ഇക്വേഷനെ വേറെ ഇവിടെ നെയിം ചെയ്യാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ 1 എന്ന് നെയിം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് 3x - 5y - 2z is equal to -46. ആൻഡ് തേർഡ് വൺ ഇസ് 2x - 2y + 5z is equal to 24. ഇവിടെയാണ് ഇത് ഈ ഇക്വേഷനെ × 2, ഈ ഇക്വേഷൻ × 3 ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് 6x - 10y - 4z is equal to -92. പിന്നെ 6x - 6y + 15z is equal to 72. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് എക്സ് ക്യാൻസൽ ചെയ്യണം. മൈനസ് ഇവിടെ ഇടുന്നു, ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെയും മൈനസ്, എക്സ് ക്യാൻസൽ ചെയ്യുന്നു. സോ ഇവിടെ -10y + 6y, സോ ദാറ്റ് ഈസ് -4y അല്ലേ, -4y - 19z is equal to -164. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി, വൈയും സിയും തമ്മിലുള്ള, നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അടിയിൽ ആ ഇക്വേഷൻ ഒന്ന് കമ്പൈൻ ചെയ്യാണ്. 4y - 11z is equal to -76. ഇവിടെ +4y, ഇവിടെ -4y. അപ്പോൾ നമ്മൾ ഇനി സൈൻ ചേഞ്ച് ചെയ്യേണ്ട, ആഡ് ചെയ്യുന്നു ഇക്വേഷൻസ്. അപ്പോൾ കട്ട്. സോ ഇവിടെ എത്ര വരാം, -30z is equal to -240. ഓക്കെ, അപ്പോൾ z എത്ര വരിക, ഈ 0 ക്യാൻസൽ ചെയ്യുക, മൈനസ് ക്യാൻസൽ ചെയ്തു. സോ 24/8, 3 is 8. അപ്പോൾ z 8 കിട്ടി. ക്ലിയർ, z is 8. ഒന്ന് സർക്കിൾ ചെയ്തേക്കാം, z 8 ആണെന്ന്. ഓക്കെ, ഇതൊന്ന് റബ്ബ് ചെയ്യുന്നു. നമുക്ക് y കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ റബ്ബ് ചെയ്യുന്നില്ല.
So 4y minus 11z is equal to minus 76. Okay, so y z 8 കിട്ടി. അപ്പോൾ so 4y minus 88, 11 minus 11 into 8 minus 88 is equal to minus 76. Okay, so 4y is equal to minus 76 plus 88. 4y is equal to 12 and y is equal to 3. y 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 5x minus 3y, that is 3 into 3 plus 7 into 8, 7z is equal to 22. So 5x minus 9 plus 56 is equal to 22. അപ്പോൾ 5x എത്ര വരിക? ഇവിടെ ഇത് എത്ര വരിക? 47 വരുന്നു. 40 പ്ലസ് 47 വരുന്നു. അത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ minus 47, that is 22 minus 47. So x is equal to 5x is equal to minus 25 and x is equal to minus 25 by 5 is minus 5. അപ്പോൾ x minus 5 y 3, x minus 5 y 3 and z 8. So ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 3 is your answer. Clear? Okay, next is question number 4. R pays rupees 100 to P with rupees 5, 2 and rupees 1 coins. The total number of coins used for paying are 40. അപ്പോൾ മൊത്തം കൊടുക്കുന്നത്, അതായത് 5 rupee, 2 rupee, 1 rupeeയുടെ കോയിൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് എക്സ് പ്ലസ് വൈ എത്ര കോയിൻസ് ആണെന്ന് അറിയില്ല, പ്ലസ് ജി ഇസ് ഈക്വൽ ടു എത്ര കോയിൻസ് ഉണ്ട് അറിയില്ല. സോ റുപ്പീസ് പേ ചെയ്യുന്നത് മൊത്തം 100 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് വരുന്നത് 40 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 40 ആണ്. അപ്പോൾ എക്സ് 5 rupeeയുടെ ആണ് അല്ലേ? അപ്പോൾ സോ 5x എമൗണ്ട്. വൈ ഏതിൻ്റെ? 2 rupeeയുടെ ആണ്. സോ 2y പ്ലസ് ജി 1 rupeeയുടെ ആണ്. ഇത് എത്രയാണ്? 100 ആണ് അല്ലേ? ഇത് 100 ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? സോ നമുക്കിനി ഓപ്ഷൻസിലേക്ക് വരാം. നമ്മൾ 17 കോയിൻസ് ആണ്, 5 rupeeയുടെ കോയിൻസ് ഡിനോമിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 17 ആണെന്ന് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് കേസ് നമ്പർ 1. സോ 17 into 5 എത്രയാണ്? 50 പ്ലസ് 35 85 റുപ്പീസാണ് 5 rupeeയിൽ കൊടുക്കുന്നതെങ്കിൽ ബാക്കി ഇനി എത്ര ഉള്ളത്? ബാക്കി റിമൈനിങ് ഇവിടെ എഴുതാം. റിമൈനിങ് 15 രൂപയാണ് ഇനി കൊടുക്കേണ്ടത് അല്ലേ? 100 ആണ് ടോട്ടൽ കൊടുക്കേണ്ടത്. അതിൻ്റെ 85 5 രൂപയിൽ കൊടുത്തു. ഇനി 15 രൂപയും കൂടി കൊടുക്കണം. ബട്ട് നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്? 40 ആണ്. അതിൽ 17 ഇവിടെ യൂസ് ചെയ്തു. ഇനി 23 കോയിൻ ഉണ്ട്, 15 രൂപ കൊടുക്കണം. അപ്പോൾ അത് പോസിബിൾ അല്ല. സെക്കൻഡ് ക്രൈറ്റീരിയ എടുത്താൽ 16 കോയിൻസ് ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 50 പ്ലസ് 30 is 80 ഉണ്ട്. റിമൈനിങ് എത്ര വരുന്നത്? റിമൈനിങ് വരുന്നത് 20 റുപ്പീസ് കൊടുക്കാനുണ്ട്. കോയിൻസിൻ്റെ എണ്ണം 24 ആണ്. അപ്പോൾ അതും പോസിബിൾ അല്ല. തേർഡ് ഓപ്ഷൻ എടുത്താൽ 13 ഇൻറ്റു 5 എത്രയാണ്? 65. ക്ലിയർ? ബാക്കി ഇനി കൊടുക്കാനുള്ളത് എത്രയാണ്? ബാക്കി ഇനി കൊടുക്കാൻ 35 റുപ്പീസ് റിമൈനിങ് കൊടുക്കാനുണ്ട്. എത്ര കോയിൻ റിമൈൻ ചെയ്യാനുണ്ട്? 27 കോയിനും 37 റുപ്പീസും. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, ചാൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ 4 കൂടി നോക്കാം. 18 ഇൻറ്റു 5 എത്രയാണ്? 50 പ്ലസ് 40 is 90. റിമൈനിങ് വരുന്നത് 10 രൂപ കൊടുക്കാനുള്ളൂ. ആൻഡ് കോയിൻസ് എത്ര വരുന്നത്? 22 കോയിനും 10 രൂപയുമാണ് പറയുന്നത്. അപ്പോൾ അത് പോസിബിൾ അല്ല. സോ ആകെ പോസിബിലിറ്റി വരുന്നത് 13 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is your answer. Okay, given a linear equation in 2 variables, 5x plus 7y minus 8 is equal to 0, which of the following linear equation along with the given equation forms a system of linear equation having no solution? അപ്പോൾ നമ്മൾക്കിവിടെ നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് a1x പ്ലസ് b1y പ്ലസ് c is equal to 0, a2x പ്ലസ് b2y പ്ലസ് c2 അല്ലെങ്കിൽ ഇവിടെ c1 is equal to 0. ഇതാണൊരു ഇക്വേഷൻ്റെ ജനറൽ ഫോം വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനില്ലേ, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷനോട് മാച്ച് ചെയ്യുന്നത് ഹാവിങ് നോ സൊല്യൂഷൻ എന്നുള്ള കേസ് വരുന്ന ഓപ്ഷൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നോ സൊല്യൂഷൻ ആണെങ്കിൽ ഈ കോയിഫിഷ്യൻസ്, അതായത് ഒരു വേരിയബിളിൻ്റെ അടുത്ത് വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് a1 ആണ്. ഓക്കെ, സോ a1 by a2
is equal to B1 by B2 not equal to C1 by C2. ഇതാണ് നോ സൊല്യൂഷൻ എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. A1 by A2 എന്ന് പറയുമ്പോൾ എത്ര? A1 5 ആണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ റൈറ്റ് ചെയ്യാം. A1 5 ആണ്, A2 വരുന്നത് 7 ആൻഡ് C വരുന്നത് -8. ഫസ്റ്റിൽ സോറി A1 ഇത് B1 ആണ്, ഇത് B1, C1 വരുന്നത് -8. ഇനി അടുത്ത് A2 വരുമ്പോൾ ഫസ്റ്റിലാണെങ്കിൽ 7 ആണ് A2, B1 ആണെങ്കിൽ 5 ആണ്, C1 ആണെങ്കിൽ -8 ആണ്. ഓക്കെ, ആ ഒരു ക്രൈറ്റീരിയ നോക്കാം. സോ A1 by A2 എന്ന് പറയുമ്പോൾ 5 by 7 is equal to B1 by B2. 7 by 5 ആണ്. അപ്പം തന്നെ അത് പോസിബിൾ അല്ല. സെക്കൻഡ് ഇക്വേഷൻ എടുത്താലും A1 എത്ര? 5, A2 എത്ര? 10 ആണ്. സോ 1 by 2 വരും. അതൊന്നും ജസ്റ്റ് എഴുതാം. 5 by 10 is equal to 7 by 14 അല്ലേ? 7 by 14 not equal to C1 എത്ര വരുന്നത്? -8 by C2 -16. പക്ഷെ ഇവിടെ എല്ലാം 1 by 2 ആണ്. ഓൾ കട്ട് ചെയ്ത് പോകുമ്പോൾ 1 by 2 വരും. പക്ഷേ ഇത് നോട്ട് ഈക്വൽ ടു ആ വരേണ്ടത്. അപ്പോൾ ഇതും അല്ല ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എടുത്താൽ A1 5 ആൻഡ് A2 is also 5 is equal to B1 7 B2 7 ആണ്. നോട്ട് ഈക്വൽ ടു C1 -8ഉം C2 -16ഉം ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 1, ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 1. ഇവിടെ ആണെങ്കിലോ ഇവിടെ 1 by 2 വരും. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, which of the following equation is the sum of values of a and b if the equations 2x plus y is equal to a and comma 8x plus by is equal to 12 having infinite solution. അതായത് സൊല്യൂഷൻ്റെ നമ്പർ കൗണ്ടബിൾ അല്ല. ഓക്കെ, ആ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് വേണ്ടത് A1 by A2 is equal to B1 by B2 is equal to C1 by C2. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം. 2 ആണ് നമ്മുടെ A1. ഓക്കെ, A2 വരുന്നത് 8 ആണ്. B1 by B2 എന്ന് പറയുമ്പോൾ 1, വൈയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്, വൈയുടെ കോയിഫിഷ്യൻ്റ് ഇവിടെ B ആണ്. C1 by C2 പറയുമ്പോൾ ഈ എനെ ഇപ്പുറത്തേക്ക് എടുക്കണം, അങ്ങനെയാണല്ലോ നമ്മുടെ ജനറൽ ഫോം. അപ്പോൾ സോ -a by -12. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോൾ 1 by 4 വരുന്നു. സോ 1 by 4 is equal to 1 by b. സോ b is equal to 4. b 4 കിട്ടിയല്ലോ, ക്ലിയർ ആണ്. ഇനി ഇതും കണക്ട് ചെയ്യുമ്പോൾ 1 by 4 is equal to a by 12. മൈനസ് നമ്മൾ ഇവിടെ നിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. a by 12. സോ 12 is equal to 4a ആൻഡ് a is equal to 3. അപ്പോൾ A3 B7 ഇതിൻ്റെ രണ്ടിൻ്റെ സം എത്രയാണ്? A plus B എന്ന് പറയുമ്പോൾ 4 plus 3 which is equal to 7. ഓപ്ഷൻ 4 is your answer. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇഫ് ദി ഇക്വേഷൻ 4x plus k minus 2y plus 3 is equal to 0 and k minus 2x plus 9y minus 5 is equal to 0, k greater than 0 ആണ്, are parallel, then find the value of k square plus 6. അപ്പോൾ ഇവിടെ k square plus 6 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. അപ്പോൾ പാരലൽ ആണെന്ന് പറയുമ്പോൾ A1 by A2 is equal to B1 by B2 not equal to C1 by C2. ക്ലിയർ? അപ്പോൾ A1 by A2 എന്താ വരിക? ആദ്യത്തേൽ 4 ആണ്, ബൈ രണ്ടാമത്തേൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് k minus 2. സെക്കൻഡിലോ k minus 2 ആണ്, വൈയുടെ കോയിഫിഷ്യൻറ്റ് 9 ആണ് ഇവിടെ, നോട്ട് ഈക്വൽ ടു -5 അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണിൽ 3 ആണല്ലേ, നോട്ട് ഈക്വൽ ടു +3 by -5. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോട്ട് ഈക്വൽ ടു ആൻഡ് ഇതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ 4 into 9 is equal to k minus 2 into k minus 2. ഓക്കെ, 36 is equal to a minus b the whole square യൂസ് ചെയ്താൽ a square k square minus 2 into k into 2 plus 2 square. That is 36 is equal to k square plus 4k plus 4. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താലോ? k സ്ക്വയർ പ്ലസ് 4k, ഈ 36നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -32 is equal to 0.
അപ്പോൾ k² + 4k - 32 = 0. ഓക്കെ, -4k, സോറി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -2 × k × 2 is -4k. ഓക്കെ, അപ്പോൾ -4k. ഓക്കെ, k² - 4k - 32 = 0. ഇവിടെ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, അതായത് സമ്മും പ്രൊഡക്റ്റും യൂസ് ചെയ്താൽ പ്രൊഡക്റ്റ് 32 വരണം, -32 വരണം, സമ്മ് -4 കിട്ടണം. അപ്പോൾ 8 × 4 ചൂസ് ചെയ്താൽ വലുതാക്കി എഴുതാം. എയ്റ്റും 4ഉം ആണ് നമ്മുടെ നമ്പേഴ്സ് എങ്കിൽ സമ്മിൻ്റെ സൈൻ വലിയ നമ്പറിന് പ്രൊവൈഡ് ചെയ്യുക. സമ്മ് ഏതാ? -4 ആണ് സമ്മ്, പ്രൊഡക്റ്റ് -32 ആണ്. സമ്മിൻ്റെ സൈൻ വലിയ നമ്പറിന് കൊടുത്താൽ -8ഉം 4ഉം ആയി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -32 വരും. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -4 വരും. അപ്പോൾ -8ഉം 4ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ സോ k² - 8k + 4k - 32 = 0. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ആ 4kനെ. ഇവിടെ നിന്ന് k കോമൺ എടുത്താൽ k - 8, ഇവിടെയും k - 8 തന്നെ വരും. സോ k 4 പുറത്തിടുന്നു. 4 × k is 4k, 4 × -8 is -32. അപ്പോൾ ഇവിടെ പ്ലസ് തന്നെയാണ്. സോ k - 8 = 0, k = 8, k + 4 = 0, k = -4. ക്ലിയർ? അപ്പോൾ ഇവിടെ k മൈനസ് ആണ്. അപ്പോൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം k is greater than 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കണ്ട. സോ k 8 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് k² + 6, ദാറ്റ് ഇസ് 8² + 6, ദാറ്റ് ഇസ് 64 + 6 is 70. ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, ഈച്ച് ഓഫ് രവി ആൻഡ് കവിത ഹാഡ് സം മാർബിൾസ്. ഈ കവിതയ്ക്കും രവിക്കും എത്രയോ മാർബിൾസ് ഉണ്ടായിരുന്നു. കവിത ഹാഡ് 12 more marbles than രവി. അപ്പോൾ കവിതേനെ ഞാൻ y എന്ന് എടുത്താൽ, ഈ y എന്ന് പറഞ്ഞ ആൾക്ക് രവിനെ x എന്ന് എടുക്കാം. രവി = x. രവിനെക്കാട്ടിലും 12 മാർബിൾസ് കൂടുതലുണ്ടായിരുന്നു. ക്ലിയർ? ഓക്കെ, ഇഫ് ഈച്ച് ഓഫ് ദം ഹാഡ് 1 more marble, രണ്ടുപേർക്കും ഒരു മാർബിളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് y + 1 കവിതയ്ക്ക്, x + 1 രവി. ഓക്കെ, രണ്ടുപേർക്കും ഒരു മാർബിളും കൂടുതലുണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഈച്ച് ഓഫ് ദം ഹാഡ് 1 more marble, then 3 times the number of marble കവിത would have. 3 times കവിത, അതായത് 3 × y + 1 is equal to, would have been equal to 4 times the number of marbles Ravi would then have had. അപ്പോൾ രവിക്ക് 4 × x + 1. ഓക്കെ, 3 × y + 1, അതായത് 3 × കവിതയ്ക്കുള്ളതും ഈക്വൽ ആകും എപ്പോൾ? 4 × രവിക്കുള്ളതും. അപ്പോൾ ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താ വരിക? 3y + 3 is equal to 4x + 4. അതൊന്ന് ഫോമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് 3y - 4x is equal to 4 - 3 എന്ന് എഴുതിയാൽ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. 3y - 4x is equal to 1. എക്സിൻ്റെ ടേം നമുക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ നമുക്കെല്ലാം അല്ലെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 4x - 3y is equal to -1 എന്നാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് y is equal to x + 12 എന്ന് ഇതേ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. y is equal to x + 12. അപ്പോൾ 4x - 3 × x + 12 is equal to -1. So 4x is equal to -3x. So 4x - 3x അവിടെ ഈക്വൽ ടു ഇല്ല. ഓക്കെ, so 4x - 3x - 36 is equal to -1. So ഇവിടെ എന്താ പറയുക? 1x - 36 is equal to -1. x is equal to -1 + 36, which is x is equal to 35. x 35 കിട്ടുന്നു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈയുടെ വാല്യൂ ആണ്. ഹൗ മെനി മാർബിൾ ഡെഡ് കവിത ഹാവ് ആക്ച്വലി, അതായത് വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഇതൊന്ന് മാറ്റിയിട്ട്, എക്സ് നമുക്ക് 35 എന്നുള്ള വാല്യൂ കിട്ടി അല്ലേ? എക്സ് ഇസ് 35. സോ ഇവിടെ നമുക്ക് y is equal to x + 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ സോ y is equal to x 35 + 12. അപ്പോൾ y is equal to 47.
ക്ലിയർ? ഓപ്ഷൻ 3 ഈസ് യുവർ ആൻസർ. 9th ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ദ സം ഓഫ് ഏജസ് ഓഫ് 6 ചിൽഡ്രൻ ബോൺ അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് 2 years ഈച്ച് ഇസ് 90 years. 2 കൊല്ലത്തെ ഗ്യാപ്പിൽ അവർ ജനിച്ചതിൻ്റെ സമ്മ് വരുന്നത് 90 ആണ്. സം ഓഫ് ഏജസിൻ്റെ സമ്മ് വരുന്നത് 90 ആണ്, 6 പേരുടെ. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദി ഓൾഡസ്റ്റ് ചൈൽഡ്? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മീൻ ഏജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത് 90 ആണ് ടോട്ടൽ, 6 പേരുടെയാണ്. സോ 15 ആണ് അവിടെ ഒരു മീനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ 6 പേര് നമ്മളിങ്ങനെ വരച്ചാൽ 1 2 3 4 5 6 ആക്കിയാൽ ഇതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നത് 15 ഇവിടെയാണ് അല്ലേ. ഇതാണ് 15 വരുന്നത്. ഓക്കെ, ഇനി 2 അല്ലെങ്കിൽ 2 years ഇൻ്റർവെല്ലിലാണ് ഓരോ ആൾക്കാരും ജനിച്ചിരിക്കുന്നത്. സോ ഇവിടെ എത്ര വരിക? 14 വരും. ഇവിടെ എത്ര വരിക? 16 വരും. അപ്പോൾ ഇവിടെയോ 12 വരും. ഇവിടെ 10 വരുന്നു. അപ്പോൾ ഇവിടെ 16 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 18, ഇവിടെ 20. ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി ഏജ് ഓഫ് ദി ഓൾഡസ്റ്റ് ചൈൽഡ്? ഓൾഡസ്റ്റ് ചൈൽഡ് എത്ര? ഇവിടെ 20 ആണ്. സോ ഓപ്ഷൻ 1 ഈസ് യുവർ ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗാർഡൻ ദർ ആർ 6 ഡെയ്സി പ്ലാന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ 6 ഡെയ്സി പ്ലാന്റ് ഉണ്ട്. ഈച്ച് ഇയർ എ ഗാർഡനർ ആഡ് 3 ന്യൂ ഡെയ്സി പ്ലാന്റ്. ഓക്കെ, 6 ഡെയ്സി പ്ലാന്റ് ഉണ്ട്, 3 ഡെയ്സി പ്ലാന്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഒരു കൊല്ലം. പിന്നെ നെക്സ്റ്റ് പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. ഫസ്റ്റ് ഡെയ്സി ആണ് പ്ലാന്റ്, രണ്ടാമത്തത് ജാസ്മിൻ ആണ്. ഹി ഹാസ് 26 ജാസ്മിൻ പ്ലാന്റ്സ് ദ ഫസ്റ്റ് ഇയർ ആൻഡ് ലൂസസ് 2 എവറി ഇയർ. അപ്പോൾ ഡെയ്സി ആകുമ്പോൾ 3 എണ്ണം കൂടും, ജാസ്മിൻ ആകുമ്പോൾ 2 എണ്ണം വെച്ച് കുറയും. വെൻ വിൽ ദ നമ്പർ ഓഫ് ഡെയ്സി പ്ലാന്റ്സ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ജാസ്മിൻ പ്ലാന്റ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഇയർ? ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വെച്ച് പോവാം. ഫസ്റ്റ് 4 years ആണ് അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, അപ്പം 4 കൊല്ലം 3 പ്ലാന്റ് വെച്ച് ആഡ് ചെയ്യുന്നു. അതായത് ഒരു കൊല്ലം 3 പ്ലാന്റ്. അപ്പോൾ 4 കൊല്ലം എന്ന് പറയുമ്പോൾ 3 ന്യൂ ഡെയ്സി പ്ലാന്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 12. ഓക്കെ, 12 ഡെയ്സി പ്ലാന്റ് പ്ലസ് ഓൾറെഡി ഒരു 6 അവിടെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ, ഈ ഒരു 6 എന്ന് പറഞ്ഞ നമ്പർ. സോ മൊത്തം എത്ര? 18 ആയി. ഓക്കെ, ഇത് ഡെയ്സി ആണ്, ഡി എന്ന് ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ. ക്ലിയർ? ജാസ്മിൻ ആകുമ്പോഴും 4 കൊല്ലം തന്നെയാണ്. ഫസ്റ്റ് 2 വെച്ച് ലൂസ് ചെയ്യും അല്ലേ, എല്ലാ കൊല്ലവും 2 ലൂസ് ചെയ്യും. ദാറ്റ് ഈസ് 4 × 2 8 ലൂസ് ആവും. ക്ലിയർ? 8 ലോസ് ആവും, അല്ലെങ്കിൽ 8 ജാസ്മിൻ പ്ലാന്റ് പോവും 4 കൊല്ലത്തിൽ. 1 ഇയറിൽ 2 എണ്ണം പോകും. അപ്പോൾ 4 ഇയേഴ്സിൽ 8 എണ്ണം പോകുന്നു. ഓക്കെ, ഓൾറെഡി അവിടെ എത്ര ഉണ്ടായി? 26 ജാസ്മിൻ പ്ലാന്റ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൽ 8 എണ്ണം പോയി. ബാക്കി എത്രയുണ്ട്? 18 ഉണ്ട്. ഈ 2 എണ്ണവും സെയിം ആയില്ലേ? ജാസ്മിനും ഡെയ്സിയും 18 ആവും. എപ്പോൾ? 4 ഇയേഴ്സിൽ. സോ നമുക്ക് ഓപ്ഷൻ 1 തന്നെ ആൻസർ കിട്ടി. 10th ആണ് ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.